ഒരാഴ്ച ടൂറും കഴിഞ്ഞ് പിന്നെ അടുത്ത ആഴ്ച ഫുൾ ഹോസ്പിറ്റലും ആയി കഴിഞ്ഞ് കിച്ചൺ തുറന്ന് നോക്കിയപ്പോൾ അവസ്ഥ കണ്ടോ? ഇതാണ് അവസ്ഥ. പൂത്ത് ജീനൊക്കെ ഇരിക്കുന്നുണ്ട്, കുറെ സാധനങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ പാറ്റയെ ഓടി കളിക്കുന്നുണ്ട്. അത് കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇതെല്ലാം മാറ്റേണ്ട സമയമായി. പുതിയ സാധനങ്ങൾ മേടിക്കണം, ഡപ്പകൾ മേടിക്കണം. അങ്ങനെ പുതിയ ഡപ്പകളൊക്കെ മേടിച്ചു കേട്ടോ. ഓൺലൈൻ ആണോ മേടിച്ചത് ഓഫ്ലൈൻ ആണോ മേടിച്ചത് എല്ലാം പറഞ്ഞുതരാം. കുറേ കാര്യങ്ങളൊക്കെ കളയേണ്ടി വന്നു. എല്ലാത്തിൻ്റെ എക്സ്പയറി ഡേറ്റ് വരെ കുറേ എണ്ണം കളഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് കിച്ചണിൽ ഞാൻ നടത്തിയത്? സത്യം പറഞ്ഞാൽ കുറേ നേരം എടുത്തു കേട്ടോ എല്ലാം ക്ലീൻ ചെയ്യാം. പാതി രാത്രിയായിരുന്നു ഈ പരിപാടി മൊത്തം. അങ്ങനെ ആകെ തളർന്ന അവസ്ഥയാണ്. എല്ലാം നിങ്ങളോട് പറയാം. ഇതാണ് എൻ്റെ കിച്ചൺ ക്യാബിനറ്റ്, അതായത് കിച്ചൺ ക്യാബിനറ്റ് സ്റ്റോറേജ് യൂണിറ്റ് ആണിത്. നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് ഫ്രിഡ്ജിലല്ലാതെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന യൂണിറ്റ്. അതിൻ്റെ യൂണിറ്റിൽ നിറച്ച് ചെലന്തി വലയും പാറ്റയും എല്ലാം ആയിരുന്നു. അയ്യോ ഭയങ്കര കഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ്ടില്ലേ ഈ ഒരു ഡപ്പകൾ, മസാല കുപ്പികളൊക്കെ ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ സവാള അതൊക്കെ വെക്കുന്ന റാക്കൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. എല്ലാത്തിലും ഒരുമാതിരി പൂപ്പലടിച്ച പോലെ. നോക്കുമ്പോൾ ഒരു പാറ്റ, ഇതെപ്പോൾ കയറിയെന്ന് പോലും എനിക്കൊരു പിടിയില്ല കേട്ടോ ഇതിനകത്ത്. അവസാനം പാറ്റയെ പിടിക്കലായിരുന്നു അടുത്ത പരിപാടി. പാറ്റയെ സാധാരണ ഇതൊന്നും കൊണ്ട് പിടിക്കാൻ പറ്റില്ല. എല്ലാ സാധനങ്ങളും മാറ്റി താഴെയാണ് നമ്മൾ അരിയൊക്കെ വെക്കുന്നത്. ഭാഗ്യത്തിന് അരിയൊന്നും ഉണ്ടായിരുന്നില്ല അതിനകത്ത്. അങ്ങനെ എല്ലാ ചൂല് കൊണ്ടാണ് ചെയ്യുന്നത്, ഒന്നും വിചാരിക്കരുത്. കാര്യം പാറ്റയെ പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു പരിപാടി. അങ്ങനെ പാറ്റയെ പിടിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ. വേറെ നനഞ്ഞ തുണി വെച്ച് കഴുകാൻ പറ്റില്ല. അപ്പം വൈപ്സ് വെച്ചിട്ടും പിന്നെ ടിഷ്യൂ വെച്ചിട്ടുമാണ് ഫുൾ ക്യാബിനറ്റും ക്ലീൻ ചെയ്തത് കേട്ടോ. ചില സ്ഥലത്തൊന്നും എനിക്ക് എത്തില്ല. അപ്പം ഞാൻ പറഞ്ഞ് ഷെബീസിനോട് ഒന്ന് ക്ലീൻ ചെയ്യാം. അങ്ങനെ ഷെബിയും കുറേയൊക്കെ ക്ലീൻ ചെയ്യാൻ സഹായിച്ചു കേട്ടോ. പിന്നെ മസാല വെക്കുന്ന റാക്കിൻ്റെ അടിയിൽ ഈ നമ്മളെ മസാലകൾ അറിയാതെയൊക്കെ വീണ് പോയിട്ട് അതിങ്ങനെ ഇളകിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര വിഷമമായി കണ്ടപ്പോഴും. അപ്പോൾ എന്തായിരുന്നാലും ഇതൊക്കെ മാറ്റണം. അങ്ങനെ ആ സ്റ്റോറേജ് യൂണിറ്റ് മൊത്തം നമ്മൾ ക്ലീൻ ചെയ്ത് കേട്ടോ. ക്ലീൻ ചെയ്ത് ഇതാണ് മിന്നി തിളങ്ങുന്ന കണ്ടില്ലേ. ഇനി എല്ലായിടത്തും പുറത്തിട്ടേക്കാണ്. എൻ്റെ അമ്മേ പിടിപ്പത് പണിയാണ്. ഇതെങ്ങനെ ചെയ്യുന്ന അപ്പം അറിയില്ല. അപ്പം നമ്മൾ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇത്രയും സാധനങ്ങൾ പുതുതായിട്ട് കിച്ചണിന് വേണ്ടി മേടിച്ചതാണ് കേട്ടോ. ഓൺലൈൻ അല്ല മേടിച്ചത്, നമ്മൾ അടുത്തുള്ള ഒരു ഹോൾസെയിൽ കടയിലാണ് മേടിച്ചത്. ഓൺലൈൻ മേടിക്കാനൊന്നും സമയം ഉണ്ടായില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹോൾസെയിൽ കടകളിൽ പോവുക കേട്ടോ. ഇതുപോലത്തെ ഇപ്പോൾ ചാലയ്ക്ക് അടുത്തുള്ള, മണക്കാടിനടുത്തുള്ളൊക്കെ ട്രിവാൻഡ്രത്ത് ഹോൾസെയിൽ കടകളുണ്ട്. അപ്പോൾ അവിടെ കുറച്ചും കൂടെ നമുക്ക് റീസണബിൾ ആയിട്ട് കിട്ടും. പക്ഷേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അതിൽ സ്പൂൺ ഇല്ലായിരുന്നു കേട്ടോ. ഇതേപോലത്തെ കോംബോ സെറ്റുകളിൽ ഈ മസാല ഡക്കപ്പുകളിൽ സ്പൂൺ ഇല്ലായിരുന്നു. പക്ഷേ സ്പൂൺ പ്രത്യേകം മേടിക്കാൻ കിട്ടും. പിന്നെ മീൻ മുറിക്കുന്ന ഈ ഒരു കത്രിക, സ്പൂണുകൾ, അങ്ങനെ പുതിയ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ഇവിടെ ഇല്ലാത്ത സംഭവങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചു ലുലുന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ കുറേ ചീനിച്ചട്ടി, അതേപോലെ തന്നെ ഇങ്ങനത്തെ അലുമിനിയം, സ്റ്റീല് പാത്രങ്ങൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യാനുണ്ടായിരുന്നു വീട്ടിൽ. ചിലതൊക്കെ ഇങ്ങനെ ചീത്തയായി കാണും. പിന്നെ വല ഇതാക്കുന്ന ബ്രഷ്, അങ്ങനെ കുറേ പാത്രങ്ങളും പിന്നെ ഗ്ലൗസ്, ഗാർഡൻ ഗ്ലൗസ് ഒക്കെ വാങ്ങിച്ചു. അതേപോലെ ബാക്കിയുള്ളത് ലുലുവിൽ കുറച്ചും കൂടെ റേറ്റ് കൂടുതലാണ്. ഓൺലൈനിനെ കാട്ടിയും ചിലപ്പം ഓൺലൈൻ്റെ അതേ വിലയാണ്. അങ്ങനെ എന്തായാലും എല്ലാ സാധനങ്ങളും മേടിച്ച് അതിനകത്തുള്ള പേപ്പറൊക്കെ മാറ്റി ഒന്ന് കഴുകി വൃത്തിയാക്കി പിന്നെ ടിഷ്യൂ പേപ്പർ ഇട്ട് തുടച്ചാണ് ഞാൻ എല്ലാം മസാലകളൊക്കെ ഇടാൻ വേണ്ടി റെഡിയാക്കണ്ടേ. അങ്ങനെ റെഡിയാക്കി എല്ലാ സാധനങ്ങളും കേട്ടോ. സത്യം പറഞ്ഞാൽ പാതിരാത്രിയാണ് ഈ പരിപാടി. 11 മണിക്ക് തുടങ്ങിയിട്ട് 2 മണിക്കാണ് തീർന്നത് കേട്ടോ. പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അതിൽ ബാക്കി വന്ന ഇതിൻ്റെ കുറേ വേസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, പിന്നെ കുറേ ചീത്തായ ഉള്ളികൾ, അതൊക്കെ മാറ്റി. പിന്നെ ഉണ്ടായിരുന്ന മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഈ നമ്മൾ ഡെയിലി എടുക്കുന്ന സാധനങ്ങൾ, ഫ്രിഡ്ജിനകത്ത് വെക്കാതെ ഡെയിലി എടുക്കുന്ന സാധനങ്ങളെല്ലൊക്കെ പഴയതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റുക. ചിലപ്പോൾ പൂത്തൊക്കെ ഇരിക്കും, നമ്മളില്ലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മാറ്റി വെച്ചു. കാര്യം നമുക്ക് അച്ഛനും അമ്മയ്ക്കൊന്നും ഇരുന്ന് നോക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ വന്നിട്ട് ഇതൊക്കെ മാറ്റി ഫ്രഷാക്കി വെക്കണം. അങ്ങനെ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ. കളയുക തന്നെ വേണം, കാര്യം നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ബാക്കി ഇത് സ്റ്റോറേജിൻ്റെ ഈ റാക്കുകളൊക്കെ ഞാൻ ഓൺലൈൻ മേടിച്ചതാണ്. അപ്പോൾ അത് പഴയ സാധനങ്ങളൊക്കെ കളയാണ്. കാര്യം അടുപ്പിച്ച്, അതായത് നമുക്ക് എക്സ്പയറി അടുപ്പിച്ചിട്ടൊന്നുമല്ല, നമ്മൾ ഉപയോഗിക്കാതെ ഇപ്പോൾ തുറന്നൊക്കെ വെച്ചേക്കും നമ്മൾ റബ്ബർ ബാൻഡൊക്കെ ഇട്ട്. അതാണ് എടുത്ത് കളഞ്ഞത്. കാര്യം നമുക്കൊരു പിന്നെ അത് എടുക്കാനൊരു മടിയാണ്. അങ്ങനെ ഇതൊക്കെ ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് വൃത്തിയാക്കി റെഡിയാക്കി വെക്കാൻ പോവുകയാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട്. അങ്ങനെ പുതിയ കുറച്ച് മേടിച്ച സാധനങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ ചാക്കിൽ വെച്ചേക്കായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഇതൊന്നും എടുത്തു വെക്കാനും പറ്റിയില്ലെന്നേ. അങ്ങനെ എല്ലാം ചാക്കിനകത്ത് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ പുതിയത് തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം ചാക്കിൽ നിന്നെല്ലാം മാറ്റി അന്ന് എടുത്ത് വെച്ചതാണ് ഞാൻ ഹോസ്പിറ്റലിലാവുന്നതിന് മുന്നേ. അപ്പോൾ അതെല്ലാം പുതിയതിനകത്ത് ഫില്ല് ചെയ്തു കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി ഒന്നും പഴയതെടുത്തില്ല. കാര്യം ചിലപ്പോഴൊക്കെ ചിലതൊക്കെ ഇങ്ങനെ കാറ്റ് കയറിയിട്ട് ഇങ്ങനെ ചീത്തായി പോകും. അപ്പോൾ അതുകൊണ്ട് മിക്സ് ചെയ്തില്ല. അതേപോലെ തന്നെ പഞ്ചസാരക്കകത്ത് ഞാൻ മേടിച്ചൊത്തിരി ഉറുമ്പ് വരെ കയറി. അപ്പോൾ അതിനകത്ത് ഗ്രാമ്പു ഇട്ടാൽ മതി എന്നാണ് എൻ്റെ ഒരു അറിവ്. അങ്ങനെ ഗ്രാമ്പു ഇട്ട് വെച്ചു പഞ്ചസാര ഇതിനകത്ത്. അതേപോലെ തന്നെ പയർ ഇതൊക്കെ വെക്കുന്ന പാത്രങ്ങൾ, ഡപ്പകൾ, അത് 2 എക്സ്ട്രാ വലുത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാധനം ഞാൻ ഓൺലൈൻ മേടിച്ചതാണ്. ഇത് ലുലുന്ന് മേടിച്ചതാണ്. ഓൺലൈനിൽ നല്ലത് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നിങ്ങൾ
നോക്കിയാൽ മതി, ഓൺലൈനിൽ നല്ലത് കിട്ടും. അങ്ങനെ എല്ലാം ഏകദേശം സെറ്റാക്കിയാണ്. ഇനി അടുക്കി പറക്കലുകളാണ്. അടുക്കി പറക്കി എല്ലാം ഇങ്ങനെ വെക്കലാണ്. അട്ടാണി, കടല, ചെറിയ പയർ, വൻപയർ, അങ്ങനത്തെ പരിപ്പ്, സാമ്പാർ പരിപ്പ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എനിക്ക് എക്സ്ട്രാ ഡപ്പകൾ വേണ്ടിയിരുന്നത്. അപ്പോൾ ഇത് 6 തികയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് 2 ഞാൻ എക്സ്ട്രാ മേടിച്ചത്. പിന്നെ എക്സ്ട്രാ മസാലകൾ അത് നമ്മൾ ഇതേപോലത്തുള്ള ഡപ്പകൾ എടുത്ത് നോക്കും. പഞ്ചസാര, ഗ്രാമ്പൂ ഇട്ട് മാറ്റി വെച്ചു കേട്ടോ. നോക്കാൻ നമുക്ക് ഉറുമ്പ് കയറുമോ ഇല്ലയോ, നല്ല അടച്ച് വെച്ച് എയർടൈറ്റിൽ. അതേപോലെ തന്നെ മുളക്, അതായത് മറ്റേ വറ്റൽ മുളക്, അതേപോലെ എക്സ്ട്രാ സാധനങ്ങളെല്ലാം ഈ ഫ്രിഡ്ജിൽ വെക്കാത്ത സാധനങ്ങളൊക്കെ ഈ സ്റ്റോറേജ് യൂണിറ്റിനകത്ത് അങ്ങ് കൊള്ളും. അപ്പോൾ അത് നന്നായി. അങ്ങനെ എല്ലാം കഴിഞ്ഞ കേട്ടോ. അങ്ങനെ എൻ്റെ സ്റ്റോറേജ് യൂണിറ്റ് ഞാൻ വൃത്തിയാക്കി എടുത്തു. ഇപ്പോഴൊരു മനസമാധാനം. അയ്യോ, അല്ലെങ്കിൽ ഫുൾ വലയൊക്കെ അടിച്ചിരിക്കുകയായിരുന്നു. ഇനിയാണ് ക്ലീനിങ്. അയ്യോ, ഇനി പഴയ സാധനങ്ങളൊക്കെ എടുത്ത് കളയണം, ഡിസ്പോസ് ചെയ്യണം. അതെല്ലാം പഴയ പാത്രങ്ങൾ, അതായത് പ്ലാസ്റ്റിക് വേറെ, കുപ്പി വേറെ, അതൊക്കെ സെപ്പറേറ്റ് ആക്കി. പിന്നെ ഇതെല്ലാം ചിലപ്പോൾ നമ്മൾ ആക്രിക്കായിരിക്കും കൊടുക്കുന്നത്. നമുക്ക് രാവിലെ വരുമ്പോഴത്തേക്കും ആർക്കെങ്കിലും കൊടുക്കും കേട്ടോ. അപ്പോൾ അവരങ്ങ് കൊണ്ടുപോക്കോളൂ. പിന്നെ ഇനി ഗ്യാസൊക്കെ ക്ലീൻ ചെയ്ത് അപ്പം തന്നെ എനിക്ക് വയ്യാണ്ടായി. ഇനി എടുത്ത് ഫുൾ ഈ ടിഷ്യൂ പേപ്പറും ഈ വൈപ്സും എല്ലാം ക്ലീൻ ചെയ്യാൻ കിടക്കുകയാണ്. അപ്പോൾ അതെല്ലാം തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കി ഇതാ കിച്ചൺ അങ്ങനെ സെറ്റാക്കി നോക്കിയപ്പോൾ 2 മണി. ഇത് രാത്രി 2 മണിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.